യുദ്ധക്കുതിയൻ എന്ന് വിമർശനമുള്ള ട്രംപിന് ഏറ്റവും പുതിയ തലവേദനയായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോർവിമാനവാഹിനിയായ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന യുദ്ധക്കപ്പലിലെ ചില പ്രശ്നങ്ങളാണ്. പോരായ്മ കപ്പലിനോ മിസൈലുകൾക്കോ ഒന്നുമല്ല. യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമല്ലാത്ത ഒരു പ്രശ്നമാണ് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന അമേരിക്കൻ പദ്ധതികൾക്ക് വിനയായിരിക്കുന്നത്. സസ്പെൻസ് നീട്ടുന്നില്ല. കപ്പലിലെ ശുചിമുറികൾ പണിമുടക്കി എന്നതാണ് ഒരു തരത്തിൽ അമേരിക്കയെ തോൽപ്പിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധസന്നാഹത്തിനിടെയാണ് ട്രംപിന് തലവേദനയായി കപ്പലിലെ 3/4 ശുചിമുറികളും പണിമുടക്കിയത്. ശുചിമുറികൾ പണിമുടക്കിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ വരട്ടെ. ഈ അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റുകളും മലിനജല സംവിധാനത്തിലെ തകരാറും നാവികരുടെയും കപ്പലിലെ ജീവനക്കാരുടെയും ക്ഷമ പരീക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷമ പരീക്ഷിക്കുകയാണ്. 4500-ലധികം നാവികരുടെ ജീവിതം ദുസ്സഹമാക്കിയാണ് ഈ ടോയ്ലറ്റുകൾ തകരാറിലായത്. മലിനജല സംവിധാനത്തിൻ്റെ തകർച്ചയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. വാൾസ്ട്രീറ്റ് ജേണലിലെ ഒരു റിപ്പോർട്ടും നാവികരുമായുള്ള അഭിമുഖങ്ങളും അനുസരിച്ച് യുദ്ധക്കപ്പലിലെ 650 ടോയ്ലറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണ്. യുദ്ധക്കപ്പൽ തുടർച്ചയായി നീങ്ങുന്നതിനാൽ പതിവ് അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലമാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്. ടോയ്ലറ്റുകളുടെ അഭാവം മൂലം ദിവസേന 45 മിനിറ്റ് വരെ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതിലെ ജീവനക്കാർക്ക്. പ്ലംബിംഗ്, അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായ നാവികരും ഹൾ ടെക്നീഷ്യന്മാരും തമ്മിൽ തർക്കങ്ങൾ പതിവാകുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ടെക്നീഷ്യന്മാർ 19 മണിക്കൂറിലധികം ജോലി ചെയ്യുകയാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായല്ല ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ യുദ്ധക്കപ്പലിൽ 4 ദിവസത്തിനുള്ളിൽ 205 ടോയ്ലറ്റുകൾ തകരാറിലായി. ഏറ്റവും വലിയ പ്രശ്നം കാൽസ്യം അടിഞ്ഞുകൂടുന്നതാണ്. ഇത് കപ്പലിലെ ഇടുങ്ങിയ പൈപ്പുകൾ അടയാൻ കാരണമാകും. ഇവ പുനഃസ്ഥാപിക്കുന്നതിന് ആസിഡ് ഫ്ലഷ് നടത്തണം. ഓരോ തവണയും ആസിഡ് ഫ്ലഷ് നടത്താൻ അമേരിക്കൻ നാവികസേനയ്ക്ക് $4 ലക്ഷം ചിലവഴിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. വാക്വം അധിഷ്ഠിത മലിനജല സംവിധാനത്തിലെ എഞ്ചിനീയറിംഗ് തകരാർ കാരണം ഒരു വാൽവ് പരാജയപ്പെട്ടാൽ പോലും, അല്ലെങ്കിൽ ഒരു വാൽവ് അടഞ്ഞാൽ പോലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ശുചിമുറികളും തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധക്കപ്പലായി കണക്കാക്കപ്പെടുന്നതാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. $13.3 ബില്യൺ ഇതിൻ്റെ ചെലവ്. അമേരിക്കൻ വിദേശ ആക്രമണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന USS ജെറാൾഡ് ആർ ഫോർഡ്. USS ജെറാൾഡ് ആർ ഫോർഡ് 2025 ജൂൺ മുതൽ കടലിലാണ്. ജനുവരിയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പിടിക്കപ്പെട്ട അമേരിക്കയുടെ വെനസ്വേലൻ ആക്രമണത്തിൽ ഇത് നിർണായക പങ്ക് വഹിച്ചതുമാണ്. ഇപ്പോൾ ഇറാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുണ്ട്. മാസങ്ങളായി കടലിൽ തന്നെ തുടരുന്ന ക്ഷീണിതരായ നാവികർക്ക് സാധാരണ 6 മാസത്തെ കാലയളവ് കൂടുതൽ നീട്ടുന്നു. സാധാരണ 6 മാസത്തെ ദൗത്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഇത്തവണ കാലാവധി കൂടിയ ദൗത്യത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പ്ലംബിംഗ് ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ 8ാം മാസത്തിലേക്ക് കടക്കുന്ന യുദ്ധക്കപ്പലിൻ്റെ വിപുലമായ വിന്യാസം നാവികരുടെ മാനസിക ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ജെറാൾഡ് ഫോർഡിലെ നാവികരിൽ പലരും 20 മുതൽ 25 വയസ്സുള്ള പുരുഷന്മാരും സ്ത്രീകളുമാണ്. പലർക്കും ക്ഷീണം പിടിപെട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മാനസിക പ്രശ്നങ്ങളും ഇവർക്ക് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. കടലിൻ്റെ നടുവിൽ കഴിയുന്നത് കാരണം ക്രൂ അംഗങ്ങൾക്ക് ഉറ്റവരുടെ ജന്മദിനം, വിവാഹം, ശവസംസ്കാരം, സ്വന്തം കുട്ടിയുടെ ജനനം എന്നിവയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതും നാവികരുടെ ക്ഷമ നശിപ്പിക്കുന്നതാണ്. ഇറാൻ ദൗത്യത്തിന് ശേഷം സൈനിക സേവനം തന്നെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പലരും ആലോചിക്കുന്നതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. USS ജെറാൾഡ് ഫോർഡിന്റെ ക്യാപ്റ്റൻ ഡേവിഡ് സ്കോറോസിക്ക് സൈനികർക്കിടയിലെ കോപവും നിരാശയും നന്നായി അറിയാം. പക്ഷേ രാജ്യത്തിനായുള്ള സേവനമാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്നാണ് ഡേവിഡ് സ്കോറോസ്കിന്റെ നിലപാട്. രാജ്യത്തോടുള്ള കടമ നിറവേറ്റണമെന്നതാണ് പ്രധാനമെന്ന് സൈനികർക്കുള്ള ഒരു കത്തിൽ സ്കറോസി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാനമായ സാഹചര്യം ഉണ്ടായതാണ്. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെങ്കടലിൽ ഹൂതി വിമതരുമായുള്ള സംഘർഷത്തിനിടെ വിമാനവാഹിനി കപ്പലായ USS ഹാരി എസ് ട്രൂമാന് നിരവധി യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയത് പൈലറ്റുമാരുടെ അമിത ജോലിഭാരവും ദൗത്യത്തിൻ്റെ തീവ്രതയും പ്രധാന കാരണങ്ങളായി എന്നാണ്. ഇതിനിടെ ഇറാൻ അമേരിക്ക സംഘർഷം കുറയുന്നു എന്ന പ്രതീതി ഉണർത്തുന്ന ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒരു ചരിത്രപരമായ കരാർ സാധ്യമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചിട്ടുണ്ട്. പരസ്പര താൽപ്പര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന ഒരു കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളത് എന്ന് അരാക്ചി പറഞ്ഞു. നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് അരാക്ചി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ 3ാം വട്ട ആണവ ചർച്ചകൾ
നാളെ ജനീവയിൽ നടക്കാനിരിക്കെയാണ് ഈ ഒരു ആശ്വാസ വാർത്ത പുറത്തു വരുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് എന്നും അരാക്ചി ചൂണ്ടിക്കാട്ടുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തര ഭീഷണിയുടെ അകമ്പടിയോടെയാണ് ഓരോ പ്രാവശ്യവും ഇറാൻ അമേരിക്ക പ്രതിനിധികൾ ചർച്ച നടത്തുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ. ഇറാൻ മേഖലയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കി ഓരോ ദിവസവും ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ ഓരോ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാർ ഉണ്ടായില്ല എങ്കിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഓരോ ചർച്ചയ്ക്ക് മുൻപും ഭീഷണി മുഴക്കും. ഇപ്പോൾ 15 ദിവസം സമയമാണ് ഇറാന് ട്രംപ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഭീഷണികളിൽ കുലുങ്ങുന്നവരല്ല എന്ന് ഇറാൻ പലവട്ടം തെളിയിച്ചു. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മുക്കുമെന്നും ഇറാൻ മറുപടി നൽകിയിട്ടുണ്ട്. രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണത്തെയും കടുത്ത പ്രത്യാക്രമണത്തിലൂടെ നേരിടുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഏതൊരു ചെറിയ ആക്രമണവും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അസംസ്കൃത എണ്ണയുമായി പോകുന്ന കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തി ഇറാൻ സൈനിക ഡ്രിൽ നടത്തിയത് അമേരിക്കയ്ക്കും ലോകത്തിനുമുള്ള മുന്നറിയിപ്പായിരുന്നു. സൈനികമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്കും അസംസ്കൃത എണ്ണ ലഭിക്കാതാകുമെന്ന് ലോകത്തിനും കാട്ടിക്കൊടുത്തു. റഷ്യൻ ചൈനീസ് സൈനികരുമൊത്ത് നടത്തിയ ഡ്രിൽ യുദ്ധം വന്നാൽ ഇറാൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന സന്ദേശവും നൽകുന്നുണ്ട്. ഹൂതികളെ ഉപയോഗിച്ച് എണ്ണക്കപ്പലുകളെ ആക്രമിക്കാനോ അവയുടെ സഞ്ചാരം തടസ്സപ്പെടുത്താനോ ഇറാന് കഴിയും. ആണവ വിഷയത്തിൽ പരസ്പര താൽപ്പര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന കരാറാകാമെന്ന് ഇപ്പോൾ പറയുമ്പോഴും സുഹൃദ് രാജ്യങ്ങളിൽ നിന്ന് ആണവായുധം നേടിയിട്ടുണ്ടോ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭയവും. ആണവായുധത്തിന് പുറമെ ഇറാന്റെ ശക്തമായ മിസൈൽ സംവിധാനവും ഇസ്രായേലിന് ആശങ്കയാണ്. കഴിഞ്ഞ ജൂണിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇറാൻ തിരിച്ചടിച്ചത് ചെറു റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചാണ്. അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് 90% മിസൈലുകളെയും റോക്കറ്റുകളെയും ഇസ്രായേൽ തകർത്തു. പക്ഷേ ഓരോ തവണയും നൂറുകണക്കിന് റോക്കറ്റുകൾ ഒരുമിച്ചയച്ച് അയൺ ഡോമിനെ ഭേദിച്ച് ഇസ്രായേലിൽ സ്ഫോടനമുണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞു. അത് ഇസ്രായേലിന് ഓർമ്മയുണ്ട്. മാത്രമല്ല, അയൺ ഡോം, ഡേവിസ്ലിംഗ്, ആരോ എന്നിങ്ങനെ 3 സംവിധാനങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചാണ് റോക്കറ്റുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തകർത്തത്. ഈ സംവിധാനങ്ങൾ അമേരിക്ക നൽകിയതാണ്. ചിലതൊക്കെ അമേരിക്കയുമായി ചേർന്ന് നിർമ്മിച്ചതും. ഈ പ്രതിരോധ സംവിധാനം വളരെ ചെലവേറിയതാണ്. ഇനിയൊരു യുദ്ധം കൂടി വന്നാൽ അയൺ ഡോം പ്രതിരോധം എത്രത്തോളം കാര്യക്ഷമം ആകുമെന്നതിൽ ഇസ്രായേലിന് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ പദ്ധതിയും ഇറാൻ അമേരിക്ക ചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ഇസ്രായേൽ ശഠിക്കുന്നത്. ട്രംപിനെ നേരിൽ കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാന്റെ മിസൈലുകളുടെ പ്രഹരപരിധി കുറയ്ക്കണമെന്നാണ് ആവശ്യം. അതായത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ എത്തരുത്. പക്ഷേ കടുത്ത ശത്രുവായ ഇസ്രായേലിനെ പ്രഹരപരിധിയിൽ നിന്ന് മാറ്റാൻ ഇറാൻ തയ്യാറല്ല. അമേരിക്കയുമായുള്ള ചർച്ച ആണവ പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അവകാശമാണ് എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ഇറാൻ.